ഹൈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള വ്യക്തിക്ക് സെൽഫ് അവയർനെസ് കൂടുതലായിരിക്കും. അവർക്ക് അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനും അതെങ്ങനെ തൻ്റെ ബിഹേവിയേഴ്സിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുവെന്നും തിരിച്ചറിയാൻ കഴിയും. ഈ അവയർനെസ് ഡിഫറെൻറ്റ് സ്റ്റൈലുള്ള വ്യക്തികളുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഫ്രസ്ട്രേഷനോ ഡിസ്കംഫർട്ടോ ഉണ്ടാകാതെ അയാളോട് പൊരുത്തപ്പെടാൻ സഹായിക്കും. ജോലിസ്ഥലത്താണെങ്കിലും ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും എന്തുകൊണ്ടാണ് ചില വ്യക്തികൾ യോജിച്ചു പോകാൻ സാധിക്കാത്തത്? ഇത്തരക്കാരെ നമുക്കൊന്ന് രണ്ടായി തരംതിരിക്കാം: പ്രൊസീജിയറൽ പീപ്പിൾ ആൻഡ് ഇൻഫോർമൽ പീപ്പിൾ. ഇവർ തമ്മിൽ യോജിച്ചു പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. നല്ല ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഒരുമിച്ച് കഴിയാനാവൂ. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ആദ്യം പ്രൊസീജിയറൽ പീപ്പിളിൻ്റെ കാര്യം എടുക്കാം. ഇവരുടെ അപ്രോച്ചസ് വളരെ സ്ട്രക്ചേർഡ് ആയിരിക്കും. അവർ ഒരു ക്ലിയർ ഗൈഡ് ലൈൻസും റൂൾസും പ്രൊസീജിയേഴ്സും ഇഷ്ടപ്പെടുന്നവരാണ്. ഇവർ ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ആയിരിക്കും. സ്ഥിരതയും പ്ലാനിങ്ങും പ്രെഡിക്റ്റബിലിറ്റിയും ഇവരുടെ പ്രത്യേകതകളാണ്. ദേ ഓഫൻ റിലേ ഓൺ റിട്ടൺ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ഫോർമൽ റെക്കോർഡ്സ്. കമ്മ്യൂണിക്കേഷനിൽ ഫോർമൽ ലാംഗ്വേജും ഒഫീഷ്യൽ ചാനൽസും ഉപയോഗിക്കുന്നവരായിരിക്കും. എന്നാൽ ഇൻഫോർമൽ പീപ്പിൾ വളരെ ഫ്ലെക്സിബിൾ അപ്രോച്ചായിരിക്കും എല്ലാ കാര്യത്തിലും എടുക്കുന്നത്. മൈന്യൂട്ട് ഡീറ്റെയിൽസിന് പകരം അവർ ഫോക്കസ് ചെയ്യുന്നത് ഓവറോൾ ഗോൾസിലായിരിക്കും. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും പുതിയ ആശയങ്ങൾ സ്വീകരിക്കാനും അവർ തയ്യാറായിരിക്കും. അവരുടേത് വളരെ കാഷ്വൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഫോർമൽ ആയിട്ടല്ലാതെ കാര്യങ്ങൾ നേരിട്ട് പറയാനും അവർക്ക് മടിയില്ല. ഇവിടെ അവർ പ്രോട്ടോകോളൊന്നും നോക്കിയെന്ന് വരില്ല. അവർക്ക് മിനിമൽ ഡോക്യുമെന്റേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ റിട്ടൺ റെക്കോർഡ്സും കുറവായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഒരാൾ വളരെ അടുക്കും ചിട്ടയും ഉള്ള ആളാണെങ്കിൽ മറ്റേയാൾ എല്ലാം വലിച്ചു വാരിയിടുന്ന കൂട്ടത്തിലായിരിക്കും. ഇതെപ്പോഴും കോൺഫ്ലിക്ട്സിന് വഴിയൊരുക്കാറുണ്ട്. ഇവിടെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് വർക്കൗട്ട് ആവേണ്ടത്. ഹൈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള വ്യക്തിക്ക് സെൽഫ് അവയർനെസ് കൂടുതലായിരിക്കും. അവർക്ക് അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനും അതെങ്ങനെ തൻ്റെ ബിഹേവിയേഴ്സിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുവെന്നും തിരിച്ചറിയാൻ കഴിയും. ഈ അവയർനെസ് ഡിഫറെൻറ്റ് സ്റ്റൈലുള്ള വ്യക്തികളുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഫ്രസ്ട്രേഷനോ ഡിസ്കംഫർട്ടോ ഉണ്ടാകാതെ അയാളോട് പൊരുത്തപ്പെടാൻ സഹായിക്കും. ഇമ്പൾസീവ് ആകാതെ മറ്റേ വ്യക്തിയോട് ശാന്തമായി പ്രതികരിക്കാനുള്ള കഴിവ് അവർക്ക് കാണും. സിറ്റുവേഷൻ അനുസരിച്ച് അപ്രോച്ച് ചെയ്യാനും അഡാപ്റ്റബിൾ ആകാനും ഹൈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള വ്യക്തിക്ക് കഴിയും. മറ്റേ വ്യക്തിയുമായി ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി അവർ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തും. അവ മോട്ടിവേറ്റഡും ഗോൾ ഓറിയൻറ്റഡുമായിരിക്കും. എന്നതുകൊണ്ട് രണ്ടുപേർക്കും ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള സൊല്യൂഷൻസ് തിരഞ്ഞെടുക്കും. എമ്പതി ഉള്ള വ്യക്തികളാണെങ്കിൽ നീഡ് മനസ്സിലാക്കി പെരുമാറാൻ സാധിക്കും. ഹൈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള വ്യക്തികൾക്ക് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, കൊളാബറേഷൻ തുടങ്ങിയ സ്ട്രോങ് ആയിട്ടുള്ള സോഷ്യൽ സ്കിൽസ് കാണും. അവർ നല്ല ലിസണേഴ്സ് ആയിരിക്കും. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ രണ്ടുപേരുടെയും കൺസേൺസും വ്യൂ പോയിൻറ്സും മനസ്സിലാക്കിയിട്ട് കോമൺ ഗോൾസും വാല്യൂസും കണ്ടെത്തി കോംപ്രമൈസിലെത്തിക്കും. വ്യക്തികളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കി അതൊരു വലിയ കോൺഫ്ലിക്റ്റിലേക്ക് പോകാതെ സൊല്യൂഷനിൽ എത്തിക്കും. പല റിലേഷൻഷിപ്പിലും ഒരാൾ പ്രൊസീജിയറൽ ആണെങ്കിൽ മറ്റേയാൾ ഇൻഫോർമൽ ആയിരിക്കും. ഇവിടെ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആകാൻ ഒരു സൂത്രവാക്യം ഓർമ്മയിൽ വയ്ക്കുക: അയാൾ അങ്ങനെയാണ്, ഞാനിങ്ങനെയും.